بالله من الشيطان الرجيم بسم الله الرحمن الرحيم تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان بسم الله الرحمن الرحيم الله أكبر لا إله إلا الله أكبر الله أكبر لله الحمد بسم الله الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ ثواب قراءتنا هدية منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خاصة إلى روح مؤسسي سمستقر جمعية العلماء السيد عبد الرحمن ولد الملك ويا قدس الله سره العزيز وإلى حضرات وصوله وحواشيه وإلى حضرة رئيس المحققين كنية أحمد مسريار قدس الله سره العزيز وإلى حضرة أستاذ أساتذتنا قاعد السنة وقامع البدعة شمس العلماء قدس الله سره العزيز وإلى حضرات مماكم من لجنة سمستقر جمعية العلماء من العلماء والكبراء والسادات الكرام والصالحين وإلى حضرات أمواتنا وأموات المسلمين اللهم اغفر لهم وارحمهم واعف عنهم وعلى درجاتهم في الجنة اللهم إنا نسألك بأسمائك الحسنى وبصفاتك العلى إنك حي كريم تستحي أن ترد أيدينا صفرا اللهم استجب دعوتنا اللهم بارك لنا في الأمر الذي توجهنا إليه واجعل عاقبته خيرا ورشدا اللهم أورثنا بقضاء حوائجنا الفرح والسرور
اللهم وجهنا إلى الخير، وجه الخير إلينا يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير، واجعلنا ومن ماتوا منا وهؤلاء المذكورين من ورثة جنة الفردوس. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة الحمد لله رب عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുസാവറ അംഗത്തിൻ്റെ സെക്രട്ടറിയും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ നേതൃത്വവും കൂടിയായ ബഹുമാനമുള്ള MT ഉസ്താദ് അവരുകൾ നമുക്ക് വേണ്ടി ഇവിടെ നേരത്തെ തന്നെ ജുമാക്ക് മുന്നേ തന്നെ എത്രയോ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഇവിടെ എത്തി. അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം നമുക്ക് വേണ്ടി സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം വഹിക്കാൻ ഉസ്താദിന് അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും വേണം. ബഹുമാനമുള്ള സയ്യിദന്മാർ, ഉലമാക്കൽ, ഉമറാക്കൽ, ഉസ്താദന്മാർ, ജ്യേഷ്ഠ അനുജ സഹോദരന്മാർ ഒക്കെ ഒരുമിച്ച് കൂടിയ വേദിയാണ് ഈ വേദി. നടത്താൻ ഒരു 5-6 ദിവസത്തിന്റെ ഇടക്ക് തീരുമാനം കൈകൊള്ളുകയും ഏതായാലും വിപുലമായി തന്നെ നമ്മുടെ താഴെയുള്ള സ്ഥലത്ത് നടത്തണമെന്ന് നമ്മുടെ ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ അബൂബക്കർ ഹാജിയോട് പറഞ്ഞപ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ വേണ്ടി സൗകര്യങ്ങളൊക്കെ ഇന്നലെ പ്രഭാതം 10 മണിയോടെല്ലാം ചെയ്തു തരുകയും അതിന്റെ എല്ലാവരും വിളിക്കുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് കുവൈത്തിൽ നിന്ന് എനിക്കൊരു ഫോൺ വരികയുണ്ടായി. എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞോ എന്ന് കേട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമ്മളിടയിൽ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. ഫോൺ കട്ട് ചെയ്തപ്പോൾ പിന്നെയും അയാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ നാട്ടുകാരനും സുഹൃത്തുമായ ഇക്ബാൽ ഫൈസി എന്നേക്കുമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ ഈ പരിപാടി എന്ത് ചെയ്യണമെന്ന് സംഘാടകർക്ക് അറിയാത്ത അവസരത്തിൽ പല ആളുകളോടും ചോദിച്ചപ്പോൾ ഇനി താഴെ വേണ്ട, നമ്മുടെ ഹാള് ഉദ്ഘാടനം ചെയ്തു, ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്തു, അവിടെ ഒരു പ്രോഗ്രാമാക്കി നമുക്ക് മാറ്റാമെന്നതിലൊക്കെ ചെറിയ രൂപത്തിൽ മാത്രമാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇക്ബാൽ ഫൈസി ജീവിതകാലത്ത് സമസ്തക്കും ദീനിനിക്കും ചെയ്ത സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാരാകട്ടെ. വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു. എനിക്ക് എൻ്റെ മദ്രസ ജീവിതം 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ കിന്യ കുത്തുബിയ മദ്രസയിലും 8 കൊല്ലം കുമ്പള പേരാൾ ദറസിലും 3 കൊല്ലം പട്ടിക്കാട് ജാമിയ നൂരിയിലൊക്കെ ഒന്നിച്ച് 10-20 കൊല്ലത്തോളം പഠനത്തിൽ ഒന്നിച്ചും വീണ്ടും ജോലിയിൽ വന്ന് 21 വർഷത്തിൽ ഒന്നിച്ച പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു 4 മാസം മുന്നെയാണ് നാട്ടിൽ വന്ന് ഗൾഫിലേക്ക് യാത്ര തിരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെല്ലാം മുഞ്ഞാന്ന് രാത്രിയും ഞങ്ങൾ മാസം തോറും നടത്തപ്പെടുന്ന മജ്ലിസ് നൂർ സംബന്ധമായി അദ്ദേഹം മെസ്സേജ് കൈവിട്ടിരുന്നു. എല്ലാവരും മാസം തോറും നടക്കുന്ന മജ്ലിസ് നൂറിൽ പോകണം, പോയില്ല എങ്കിൽ നമ്മുടെ മജ്ലിസ് നൂർ ഇങ്ങനെ മാസം തോറും കുറഞ്ഞു വരും എന്നുള്ള മെസ്സേജ് ഒക്കെ 2 ദിവസം മുന്നേ അദ്ദേഹം വാട്സപ്പ് മുഖാന്തരം വിട്ടിരുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് സബർ കൊടുത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കണം. കാരണം 1-ഉം 2-ലും പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. വലിയ പെൺകുട്ടിയാണെങ്കിൽ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ന് ബംബ്രാൻ ഉസ്താദ് നയിക്കുന്ന കുമ്പള ഇമാം സാഫി അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് നമ്മുടെ അൽബിർ സംബന്ധമായി നമുക്ക് ഈ മേഖലയിൽ തുടങ്ങണമെന്ന് 5-6 വർഷത്തിന്റെ ഇപ്പുറം ഇങ്ങനെ ആലോചിക്കുകയും ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹം 100-ാം വാർഷികം സമസ്ത കൊണ്ടാടുന്നതിന് മുമ്പെങ്കിലും പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്കത് ലഭിച്ചു. കിന്യ റേഞ്ച് പരിസരത്തും ദേർലക്കട്ട റേഞ്ച് പരിസരത്തും എവിടെയെങ്കിലും അതിന് സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചു പലവട്ടവും നടന്നു. നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ ബഹുമാനായ ശുക്കൂർദാരിയും സ്റ്റേറ്റ് നാളൊക്കെ വന്ന് നോക്കുമ്പോൾ സ്ഥലത്തിന്റെ റൂമിന്റെ സൗകര്യം കൊണ്ട് വീണ്ടും നീണ്ടു പോയി. ഈ വർഷം ഈ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ അബൂബക്കർ ഹാജിയോട് പറഞ്ഞപ്പോൾ ഈ സ്ഥലം അദ്ദേഹം നമുക്ക് വേണ്ടി
വേണ്ടി ഒരുക്കി തരികയും ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു വേദിയും ഇതിന്റെ താഴെ വലിയൊരു ഹാളും നമുക്ക് പ്ലേ റൂമായിട്ട് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അബൂബക്കർ ഹാജിയുടെ ആഗ്രഹം അടുത്ത UKG വരുമ്പോൾ നിങ്ങൾക്ക് വലിയ സൗകര്യമൊക്കെ ചെയ്തു തരാമെന്നാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുറ്റുഭാഗത്ത് നമുക്ക് അൽബിറിനെ വളർത്തിയെടുക്കണം. അതുപോലെ സമസ്തയുടെ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നു. നമുക്ക് ഫാദില കോഴ്സ് ഒക്കെ ഈ ഭാഗത്ത് നടന്നു വരുന്ന ഒരു സജീവ മേഖലയാണ്. ഈ മേഖല നമുക്ക് സജീവമായി കിട്ടാൻ എല്ലാവരുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനമുള്ള MT ഉസ്താദിലേക്ക് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചുള്ള യാത്ര ഒക്കെ പോകാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ അൽബിർ സംബന്ധമായ കാര്യങ്ങൾ ബഹുമാനമുള്ള നേതാക്കൾ നമുക്ക് വേണ്ടി ഉണർത്തും. നാം ചെയ്യേണ്ടത് നമ്മുടെ ഓരോ വീടുകളിലും ഓരോ മഹലിലും പോയിക്കൊണ്ട് 3.5 വർഷം പൂർത്തിയായ കുട്ടികളെ നമ്മുടെ അൽബിർ സ്ഥാപനത്തിലേക്ക് നാളെ മുതൽക്ക് തന്നെ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ അതിന് മനസ്സ് കാണിക്കുക. കാരണം ഇവിടെ അൽബിർ എന്നുള്ള സ്ഥാപനം ബഹുമാനപ്പെട്ട സമസ്ത 85ാം വാർഷികത്തിന്റെ ഭാഗമായി തുടക്കം കുറിച്ച വലിയൊരു പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്കത് വിജയിപ്പിച്ചെടുക്കണം. 2 വിദ്യാഭ്യാസവും ഒന്നിച്ചു കിട്ടുന്ന വലിയൊരു ഉപകാരപ്രദമായ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ പന്തലിച്ചു നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ അൽബിർ. അള്ളാഹു നമ്മുടെ സംരംഭം വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്തായ സംഗമത്തിന്റെ ആദ്യ സെക്ഷൻ എന്ന നിലയ്ക്ക് നമ്മുടെ ക്ലാസ് മുറി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ബിസ്മിയോട് ഫാത്തിയോട് ദുആക്കാദ്യം നേതൃത്വം നൽകി നമ്മുടെ ബഹുമാനമുള്ള MT ഉസ്താദിനിക്ക് ബഹുമാനമുള്ള അൽബിർ കോർഡിനേറ്റർ കമ്മിറ്റിയുടെ വകയിലും അതുപോലെ ഈ സംരംഭത്തിന് ഇവിടെ കൂടി എല്ലാവരുടെ വകയിലും ബഹുമാനപ്പെട്ട MT ഉസ്താദിനിക്ക് ഞാൻ ആദ്യമായി സ്വാഗതം വരുന്നു. ഉസ്താദാണെങ്കിൽ ഫത്വ മേഖലയിലും അതുപോലെ സമസ്തയുടെ മേഖലയിലും വിദ്യാഭ്യാസ ബോർഡിന്റെ മേഖലയിലൊക്കെ വളരെ സജീവമായ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമുക്കറിയാം. തമിഴ്നാടിൽ പറങ്കിപ്പേട്ട പോലെയുള്ള സ്ഥലത്ത് ഈ വർഷം തന്നെ ദർസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. കഴിഞ്ഞ വർഷം അതിന് വേണ്ടി ആഴ്ചയിൽ പോയൊക്കെ കഷ്ടപ്പെടുകയും അതുപോലെ കിട്ടുന്ന സമയം പട്ടിക്കാട് ജാമിയ നൂറിയിലും മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയി ദർസ് നടത്തിക്കൊണ്ട് ഇസ്ലാമിക ഈ പ്രബോധനം ഒന്നും കൂടി സജീവമാകണം നിലക്ക് മുന്നോട്ട് പോകുന്ന വലിയൊരു വ്യക്തിത്വമാണ്. അള്ളാഹു ഉസ്താദിനിക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനമുള്ള MT ഉസ്താദ് അവരുകൾ ഈ സംരംഭം ഒന്നും കൂടി നസിയത്തോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഹത്തായ യോഗത്തിൽ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന സമസ്ത കേന്ദ്ര മുസാവറ ഇതിന്റെ മെമ്പർ ബഹുമാനമുള്ള നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയൊരു പണ്ഡിതൻ ബംറാൻ ഉസ്താദ് അവരുകൾ ഇവിടെ ഉണ്ട്. ഉസ്താദ് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകി. ഉസ്താദ് നമുക്ക് നസിയത്ത് നൽകും. ബഹുമാനമുള്ള ബംറാൻ ഉസ്താദ് അവരുകളെയും വളരെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ യോഗത്തിലുള്ള ബഹുമാനമുള്ള സയ്യിദ് ബാത്തിസ തങ്ങൾ അവരുകളുണ്ട്. നമ്മുടെ നാട്ടിന്റെ ആളാണ്, നമ്മുടെ അഭിമാനമാണ് തങ്ങൾ അവരുകൾ. നമ്മുടെ ഈ അൽബിർ മുന്നോട്ട് വരുന്നതിൽ വളരെ സജീവമായ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. ഒന്നും കൂടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനമുള്ള സയ്യിദ് ബാത്തിസ തങ്ങൾ അവരുകൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം അരുളുന്നു. അതേപോലെ അബൂബക്കർ തങ്ങൾ അവരുകൾ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഫ്വാൻ തങ്ങൾ അവരുകളും വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംരംഭത്തിൽ നമുക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ഈ അൽബിർ വളരെ ഭംഗിയായി നടക്കണമെന്ന് ഇതിന്റെ സംഘാടകരെ പോലെ തന്നെ അതിലും ഉപരിയായി മനസ്സ് കാണിക്കുന്ന നമ്മുടെ അസൈ മഹലിന്റെ എല്ലാമായ അവിടുത്തെ മുൻ പ്രസിഡന്റും നമ്മുടെ സമസ്ത സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും സജീവമായ സാന്നിധ്യം അതിവിടെ നടക്കണം, കാണണം, ഉഷാറാകണമെന്ന് നീയത്തോട് പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള നമ്മുടെ അബൂബക്കർ ഹാജി അവരുകളാണ് ഈ സംരംഭത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത്. ബഹുമാനമുള്ള ഹാജിയാർ അവർക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനമുള്ള അബൂബക്കർ ഹാജി അവരുകൾ ഈ സംരംഭത്തിന് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം വരുന്നു. അതേപോലെ തന്നെ ഈ മഹത്തായ അൽബിർ കോർഡിനേഷന്റെ ബഹുമാനിയനായ ചെയർമാൻ സ്വാഗത അബൂബക്കർ ഹാജി രാപ്പകലില്ലാതെ നമുക്കൊക്കെ അറിയാം നമ്മുടെ മാനേജ്മെന്റിന് വേണ്ടി, റേഞ്ചിക്ക് വേണ്ടി, സമസ്തക്ക് വേണ്ടി ദീനി മേഖലയിലൊക്കെ സജീവമായ സാന്നിധ്യം അറിയിക്കുന്ന വ്യക്തിത്വവുമാണ് അദ്ദേഹം. നമ്മുടെ ഈ അൽബിർ നടന്ന് കിട്ടണമെന്ന് പല നിലക്കുള്ള നിയത്തോടുകൂടി പല രൂപത്തിലും അതിനു വേണ്ടി അധ്വാനിക്കുന്നു. ആവശ്യത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹം നമുക്ക് വേണ്ടി കാര്യങ്ങൾ പറയും. ബഹുമാനമുള്ള അബൂബക്കർ ഹാജിയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അഭിമാനമായിരുന്ന ബഹുമാനമുള്ള ജബ്ബാർ ഉസ്താദിന്റെ പുനോമന പുത്രൻ ബഹുമാനായ സുഹൃത്ത് ഇർസാദ് ദാരിം ഉസ്താദ് അദ്ദേഹത്തോട് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുകയും നേരത്തെ തന്നെ ഇവിടെ എത്തി നമ്മോടൊപ്പം സഹകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്തൊക്കെ അൽബിർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അൽബിർ ഉഷാറായി കിട്ടുന്നതിൽ ബഹുമാനമുള്ള ഇർസാദ് ദാരിമിയുടെയും നേതൃത്വവും സാന്നിധ്യവും എന്നും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനമുള്ള ഇർസാദ് ദാരിം ഉസ്താദ് അവരുകളെയും വളരെ ആർദ്രവത്തോടെ ഈ സംഗമത്തിന് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനമുള്ള അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അൽബിർ ഇതിന്റെ ദക്ഷിണ കന്നഡ ജില്ലാ കോർഡിനേറ്റർ ബഹുമാനായ സുഹൃത്ത് സുക്കൂർ ദാരിമി അവരുകൾ വേദിയിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പരിശുദ്ധ റമദാൻ
റമദാനിൽ തന്നെ എത്രയോ ദൂരത്തു നിന്ന് ഇവിടെ വരികയും സ്ഥലം കാണുകയും എന്നിട്ട് അത് നമുക്ക് നടന്നു കിട്ടുന്നതിന് വേണ്ടി വളരെ സഹകരിച്ച വലിയൊരു വ്യക്തിത്വവും കൂടിയാണ് ബഹുമാനമുള്ള ദാരിമി ഉസ്താദ്. അദ്ദേഹത്തെയും സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മദ്രസ മാനേജ്മെന്റ് ദേർലക്കട്ട കമ്മിറ്റിയുടെ നേതാവ് അബൂബക്കർ ഹാജി കുഞ്ഞുമോണ ഹാജി അവരുകൾ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് ഉണ്ട്, ഇസ്ഹാഖ് ഹാജി ഉണ്ട്, അബ്ദുള്ള ഹാജി അവരുണ്ട്. നമ്മുടെ ദേർലക്കട്ട മഹലിന്റെ പ്രഗത്ഭനായ ഖത്തീബ് ഉസ്താദ് താജുദ്ദീൻ റഹ്മാനി ഉസ്താദ്, ഹിദായത്തുള്ള ഹാജി, ജാബിർ ഫൈസി മംഗൽ നഗർ ജമാഅത്തിന്റെ ഖത്തീബ് ഉസ്താദ് ആസിഫുൽ അസ്സരി, കിന്നരേജിയുടെ അധ്യക്ഷൻ ബഹുമാനായ അബ്ദുൽ ലത്തീഫ് ദാരിമി, അങ്ങനെ ഒരുപാട് നേതാക്കൾ ഈ സംഗമത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ബഹുമാനായ ട്രഷറർ ഹുസൈൻ ഹാജി പണിയൂർ, പുത്തുബാഹു ബസീർ ഹാജി പണിയൂർ, അങ്ങനെ പേരെടുത്ത് പറയേണ്ട എല്ലാവരും വലിയ വ്യക്തിത്വങ്ങളാണ്. എല്ലാവരെയും ബഹുമാനമുള്ള സംഘടനയ്ക്ക് വേണ്ടി സ്നേഹത്തോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന്റെ നേതൃത്വം വഹിക്കാൻ അബൂബക്കർ ഹാജി അവരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനമുള്ള ശൈഖുന MT ഉസ്താദ് അവരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ സമരമിടുന്നു. അസ്സലാമു അലൈക്കും. മഹാന്മാരായ ഇൽമിന്റെ പ്രകാശങ്ങളാകുന്ന ഉലമാക്കളെ, നാട്ടിന്റെ നട്ടെല്ലുകളാകുന്ന ഉമറാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ القوة المتين، والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله مولانا العظيم. ബഹുമാനികളെ, വളരെ മുബാറക്കായ ഒരു മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഏറ്റവും നല്ല ഒരു അമലായി ഇതിനെ അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ തുടക്കം നമുക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തുടക്കം വളരെ ഇഖ്ലാസോടുകൂടെയുള്ള ഒരു തുടക്കമാണ്. നല്ല സദുദ്ദേശത്തോടുകൂടെയുള്ള ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയും ഇതിനെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അങ്ങേയറ്റം ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ. ആമീൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുട്ടികൾ പണ്ട് കാലങ്ങളെ പോലെയല്ല, സാഹചര്യങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുരകളിലൊക്കെ പോയാൽ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെയുള്ള നമ്മുടെ ചെറിയ കുട്ടികൾ, 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സായ കുട്ടികളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ അവസ്ഥ എന്താണ്? ഞാൻ അറിഞ്ഞിടത്തോളമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പിഞ്ചു മക്കൾ ഇന്നത്തെ ലോകത്തുള്ള എല്ലാം തുറന്നു കാണാൻ പറ്റുന്ന സൗകര്യമുള്ള നമ്മുടെ വീടുകളിലുള്ള ഈ പാള മൊബൈൽ കയ്യിലൊന്നുണ്ട്. ഞാൻ പെട്ടിയിൽ ഇങ്ങനെ വെച്ചേക്കാണ്, അത് ഉപയോഗിക്കലില്ല. സമയം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്, വേറൊന്നും വിചാരിച്ചിട്ടല്ല. വേറെ ഉണ്ട് ചില സംഗതികളൊക്കെ, അതൊക്കെ വിചാരിച്ചിട്ട് അത് ഉപയോഗിക്കലില്ല. ചെറിയ ഒരു മൊബൈൽ. അപ്പോൾ നമ്മളൊന്നിനും പറ്റൂല എന്ന് പറയും. ഇങ്ങനെ പറയാൻ പറ്റൂല, കാരണം നമ്മളുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ വന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മളതിന് സമയം കളയേണ്ട ആവശ്യമില്ല. ചെറിയ മൊബൈൽ, മറ്റത് പെട്ടിയിലവിടെ വെച്ചതാണ്. നമ്മളുടെ അതേ സ്ഥാനത്ത് നമ്മളുടെ 1 വയസ്സ്, 1.5 വയസ്സ് ഈ കുട്ടികൾ കാണാൻ, അത് ഉമ്മമാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി കുട്ടികൾക്ക് ഇത് തുറന്നു വെച്ച് കൊടുക്കുകയാണ്. കുട്ടികൾ അതിങ്ങനെ തോണ്ടി, ഇന്നിപ്പോൾ എനിക്കറിയാത്തതൊക്കെ 1.5 വയസ്സായ നമ്മളെ പുരകളിലുള്ള കുട്ടി. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകത്തുള്ള എല്ലാ വഴികേടുകളും കുട്ടികൾ ഇങ്ങനെ കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച് അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ്.
അത് അവരുടെ അടുക്കളയിലുള്ള അവസ്ഥയാണെങ്കിൽ ഇനി അവർ പുറത്തിറങ്ങിയാലുള്ളത് എന്താണ്? കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പഠിക്കാനുള്ള എല്ലാം അവരെ വഴികേടിലേക്ക്, വലാലത്തിലേക്ക്, വിജയത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, ആകർഷിക്കപ്പെടുന്ന അവസ്ഥകളാണുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുഞ്ഞും ഇവിടെ പ്രസവിച്ചു വീഴുന്നത് അലൽ ഫിത്ര, പ്രകൃതി നിയമത്തിന് വിധേയമായിട്ടാണ്. പ്രകൃതി നിയമം എന്താണ്? ആ പ്രകൃതി നിയമം ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. അവന്റെ മാതാപിതാക്കളുടെ സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് അവന് നസ്രാനിയാകുന്നു, യഹൂദിയാകുന്നു, നീ മജൂസിയാകുന്നു, തീയനെ ആരാധിക്കുന്നത് മജൂസികൾ. അപ്പൊ അതൊരു ഉദാഹരണത്തിന് വേണ്ടി 2-3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെയാണ് അവൻ നിരീശ്വരവാദിയാകുന്നു, അവൻ നിർമ്മതവാദിയാകുന്നു, അവൻ ബിദഈയാകുന്നു, അവൻ വഴിവേച്ചു പോയവനാകുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് മാതാപിതാക്കളാണ്. ഫഅബവാഹു, അവന്റെ മാതാപിതാക്കൾ എന്ന് വെച്ചാൽ അവന്റെ കുടുംബ സാഹചര്യം. ഓരോ കുടുംബ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് എല്ലാമായി തീരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം അബവാഹു എന്നതിൽ നിന്ന്, അവന്റെ കുടുംബ സാഹചര്യത്തിൽ നിന്ന് ലോക സാഹചര്യം നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ലോകത്തുള്ള മുഴുവൻ സാഹചര്യങ്ങളും നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് അവരെ ഹൃദയം തുടക്കത്തിൽ തന്നെ ഹിദായത്തിലേക്കും, ശരിയായ ഈമാനിലേക്കും ഹിദായത്തിലേക്കും, ഒരു ഇസ്ലാമിക ജീവിത ചിട്ടയിലേക്കും അവർ വരണം. അതിനുള്ള, അങ്ങനെയാണല്ലോ നമ്മളെ കാല് മുറിഞ്ഞു പോയാൽ കൃത്രിമ കാല് വെച്ചിട്ട് നമ്മൾ നടക്കലില്ലേ? കൈ മുറിഞ്ഞു പോയാൽ കൃത്രിമമായിട്ട് കൈ വെക്കലില്ലേ? എന്നതുപോലെ ഒരു കൃത്രിമ സാഹചര്യം നമ്മളെ മക്കൾക്കൊരു ഇസ്ലാമിക സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ സാഹചര്യത്തിലൂടെ നമ്മളെ ഈ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് ഈ അൽബിർ എന്ന് പറയുന്നത്. ഈ അൽബിർ സംവിധാനം നമ്മളുടെ ചെറിയ മക്കളെ മദ്രസയിൽ അവരെ ചേർക്കുന്നതിന്റെ മുമ്പ് തന്നെ, 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി, ഇസ്ലാമിക സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവിടെ കൊടുന്ന് അവരെ കൂടുതൽ സമയം അവിടെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ സാഹചര്യത്തിലൂടെ ശരിയായ ഇസ്ലാമികമായ ആ സ്വഭാവവും ആ വിശ്വാസവും അതെല്ലാം അവരുടെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കും. അത് അവരുടെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ആ മക്കള് നല്ല മുസ്ലിമായി ജനിച്ചതുപോലെ തന്നെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് അള്ളാഹുവിൻ്റെ തവഫനി മുസ്ലിമ എന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ ദുആ ചെയ്ത തവഫനി മുസ്ലിമ, പടച്ചോനെ ജന്നെ മുസ്ലിമായി മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാനുള്ള, അവർ മുസ്ലിമായി മരിച്ച് മുസ്ലിമായി അവര് അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരവസ്ഥ വിശേഷം അവർക്കുണ്ടാവും. അങ്ങനെ വലിയ ഒരു മഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, മറ്റൊരു കാര്യം, ഇവിടെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിർ കക്ഷികൾ അവരൊക്കെ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പുത്തനാശയങ്ങളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അവരുടെ പുത്തനാശയത്തിന്റെ നാമ്പുകൾ അവര് ഇടുകയും അത് വളരുകയും വളർത്തുകയും ചെയ്യുന്ന, അങ്ങനെ നമ്മളെ കുട്ടികളെ പ്രയാസം കൂടാതെ വിധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് അവർ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അതിനൊക്കെ പ്രതിരോധിക്കേണ്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഈ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ആ ഏറ്റവും വലിയ ഒരു കടമയും കൂടി ഇതിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ വളരെ അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു സംരംഭമാണിത്. നമ്മുടെ 85-ാം വാർഷികത്തിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രഖ്യാപിക്കുകയും അങ്ങനെ തുടങ്ങുകയും ചെയ്ത് ഇത് 100 കണക്കിൽ, എത്ര കൃത്യമായ കണക്ക് എനിക്കറിയില്ല, 400-ലധികം സ്ഥാപനങ്ങളായിട്ടുണ്ട് അല്ലേ? 400 ചില്ലാന സ്ഥാപനം വളർന്ന് പെട്ടെന്ന് വളരുകയാണ്, ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഏടി പറയും, എന്നെ എപ്പോഴും വിളിച്ചു പറയും, നിങ്ങൾ തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വദേശത്തും വിദേശത്തുമായി നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒരു വലിയ ഒരു കണ്ണിയായി ഈ സ്ഥാപനം ഇന്നിവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഈ മഹാന്മാരായ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളുടെയും സാന്നിധ്യത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യനാമം കൊണ്ട് തുടങ്ങപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വളരെ വേദനാജനകമായ ഒരു സംഭവം, നമ്മുടെ സഹോദരൻ ഇഖ്ബാൽ ഫൈദി അദ്ദേഹം വഫാത്തായ വാർത്ത നമ്മൾക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധമായ ദീനിനു വേണ്ടി, സമസ്തക്ക് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, ആ സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഭാര്യ മക്കൾക്ക് നല്ല ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും മഹാന്മാരോടുകൂടെ ജന്നാത്തുൽ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഈ ഒരുമിച്ച് കൂടിയതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു തആല ഈ സന്തോഷം ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിലും താഅത്തിലും പൊരുത്തത്തിലും ദീനിൻ്റെ ഖിദ്മത്തിലും അള്ളാഹുവിൻ്റെ ഇബാദിൻ്റെ ഖിദ്മത്തിലും ഇൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഖിദ്മത്തിലും ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ജീവിതം, ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഖുവ്വത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിൻ്റെ ഇബാദിന് ഇൽമും ഹിദായത്തും നൽകുന്നതിനു വേണ്ടി നമ്മളുടെ സമയങ്ങളും നമ്മളുടെ ആവുന്നത്ര നമ്മളുടെ കഴിവുകളും നമ്മളുടെ മറ്റുള്ള എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനും അള്ളാഹു തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു തരട്ടെ. നമ്മളെല്ലാ കാര്യത്തിലും ഖൈറും ബർക്കത്തും അള്ളാഹു നൽകി, ആഖിബത്ത് മഹ്മൂദത്ത് അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം ഇവിടുന്ന് പോകുമ്പോൾ അള്ളാഹു നമ്മളെ വിളിക്കുമ്പോൾ പരിപൂർണമായ ഈമാനോടുകൂടെ, നിഷ്കളങ്കമായ തൗബയോടുകൂടെ അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് ഇഷ്ക് വെച്ചുകൊണ്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമ ചൊല്ലി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ നമ്മൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ തുടക്കം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനത്തെ അള്ളാഹു എന്നും ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. ഇതിനു വേണ്ടി നേതൃത്വം വഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. സദഖല്ലാഹു മൗലാനൽ അദീം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെയിനുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും സമ്മതം ചോദിക്കുകയാണ്. കഴിഞ്ഞിട്ട് പോകാനാണ് ആഗ്രഹം, അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് സമ്മതം ചോദിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ അൽബിർ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ബഹുമാനമുള്ള MT ഉസ്താദിൻ്റെയും
ബഹുമാനമുള്ള ബംബ്രാൻ ഉസ്താദ്, ഇർസാദ് ആരിമി ഉസ്താദ്, നേതാക്കൾ എല്ലാവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ആദ്യ അഡ്മിഷൻ ഫോം MT ഉസ്താദിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ബിബറകത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി അഡ്മിഷൻ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. നമ്മുടെ ഈ സംരംഭത്തിന്റെ അധ്യക്ഷൻ, നമ്മളേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അബൂബക്കർ ഹാജി അവറുകളെ, സ്വാഗത ഹാജി അടക്കമുള്ള മാനേജ്മെന്റിന്റെയും നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തകന്മാരെ, പ്രത്യേകിച്ചും ഇർഷാദ് ദാരിമി അടക്കമുള്ള ഉലമാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പവിത്രമായ വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന്റെ ശേഷം നമുക്കിവിടെ ഒരുമിച്ച് കൂടാനുള്ളൊരു ഭാഗ്യം അല്ലാഹു നൽകിയത് വലിയ ഒരു തൗഫീഖാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. കേരളഘട്ട ഭാഗത്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിന് നാം ഒക്കെ ഓടി വന്ന് എത്തുന്നു. കാരണമുണ്ട്. ഉള്ളാളത്തിനോട് തൊട്ടടുത്തൊരു ഭാഗമാണ്. സമസ്തയിൽ ഒരു വില്ലലുണ്ടായി, ഒരു ചേരിയുണ്ടായി, ശക്തമായി നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അന്ന് നമുക്ക് താങ്ങും തണലുമായി ഒക്കെ നിന്ന് നമുക്ക് ശക്തി നുകർന്നതും ശംസുൽ ഉലമയോട് കൊണ്ടുവന്ന് ആ ദേരളക്കട്ട മൈതാനിൽ പ്രസംഗിപ്പിച്ചതും എല്ലാം ഈ ദേരളക്കട്ടക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഈ നാടിനെ ഒരിക്കലും വിസ്മരിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. ഈ സാഅത്തിൽ ഉസ്റ എന്ന് പറഞ്ഞില്ലേ, തബൂക്ക് യുദ്ധത്തിനെ കുറിച്ച് കഷ്ടകാലം, മറ്റുള്ള യുദ്ധങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല, കഷ്ടകാലം. ആ കഷ്ടകാലത്ത് ഒരു യുദ്ധത്തിന് പോയത് മുതലുകൊണ്ടും എല്ലാം കൊണ്ടും കഷ്ടം. ആ കഷ്ടകാലത്തെ നമ്മോട് കൂടെ താങ്ങും തണലുമായി നിൽക്കുന്ന ആ സന്ദർഭമാണ് ഏറ്റവും വലിയ സന്ദർഭം. അന്നൊരു സാഅത്തുൽ ഉസ്റയായിരുന്നു ഈ ഫിർഖത്തിന്റെ തുടക്കകാലം. അന്ന് നമുക്ക് താങ്ങും തണലായി നിന്നു ഈ ഭാഗത്ത്. ശംസുൽ ഉലമ ഈ ഭാഗത്ത് വന്നതിന്റെ, നമുക്ക് ദുആ ചെയ്തതിന്റെ ഫലമായിരിക്കും ഈ ഭാഗത്തെല്ലാം ദീനിന്റെ ചിഹ്നം ഉയർന്നു നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്. നമുക്ക് നമ്മുടെ അബൂബക്കർ ഹാജി SKSSFന്റെ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സൗകര്യപ്പെടുത്തി തന്ന അദ്ദേഹം തന്നെ നമുക്കിന്ന് അൽബിർ ഇത് തുടങ്ങാനുള്ളൊരു ചുറ്റുപാടും അദ്ദേഹം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പടച്ചറബ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ റൂഹുകളിലേക്ക് അതിന്റെ സവാബിന് എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിലും ജോലികളിലും ഭാര്യമക്കളിലും കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഈ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഉലമാക്കള്, സാധാരണക്കാര്, നേതാക്കള് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമുക്ക് മറക്കാൻ കഴിയില്ല. എന്നെപ്പോലെ നിങ്ങളെപ്പോലത്തെ പ്രായമുള്ള ആൾക്ക് പ്രവർത്തിക്കാൻ, ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഒരു സംഘടന SYS എന്ന് സമസ്ത ഉണ്ടാക്കി തന്നു. ഒരു യുവാക്കൾക്ക് പ്രായമുള്ളവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അങ്ങനെ പറ്റൂല, ചെറുപ്പക്കാരല്ലേ. അപ്പൊ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു SKSSF എന്ന് പറഞ്ഞിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി തന്നു. വലിയ പ്രായാധിക്യമുള്ള വലിയ വലിയ ആലിമീങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതാണ് ആദ്യമായിട്ടുണ്ടായത്. ഒരു കുട്ടികൾക്ക്, ചെറിയ ചെറിയ കുട്ടികൾക്ക് അവർക്ക് ദീനി ബോധമുണ്ടാക്കി കൊടുക്കാൻ അൽബിർ എന്ന് പറയുന്ന ഒന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലായിട്ടുണ്ടാക്കി.
ഇപ്പോ MT പറഞ്ഞ പോലെ പണ്ടത്തെ മക്കളെ പോലെയല്ല. 5 വയസ്സുള്ള കിടാവ് 6 വയസ്സാകുമ്പോ എല്ലാം അറിയുന്നു. എന്തും അറിയാതെ ഇല്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പണ്ടത്തെ പോലെയല്ല. പണ്ട് 12-14 വയസ്സാകുമ്പോ തിരിഞ്ഞ് ആ വിഷയം ഇപ്പൊ 5 വയസ്സുള്ള കിടാക്കൾക്ക് തിരിഞ്ഞിട്ടായി 5-6 വയസ്സുള്ള കിടാക്കൾക്ക് അറിയും. അപ്പൊ ഇന്നിപ്പോ ഈ കിടാക്കളെ അതിന് മുമ്പായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹും റസൂലും ഈമാനും ദീനും തഖ്വയും അതുപോലെ ഇട്ടുകൊടുക്കണം. അതിന് 3.5 വയസ്സുള്ള ചെറിയ പൈതലുകൾക്ക് തന്നെ ചെറുപ്പത്തിൽ പഠിച്ചത് മറക്കല്. ഇപ്പൊ ഞങ്ങള് പണ്ട് സ്കൂളിൽ പോകുമ്പോ 1-ാം ക്ലാസ്സിൽ ഞങ്ങള് സ്കൂളിലുണ്ട്. എല്ലാവരും ഇപ്പൊ ഇപ്പോഴും കാണാതെ അറിയാം, എല്ലാരും. ഞങ്ങള് ഇപ്പൊ 5 കൊല്ലം മുമ്പ് കഴിഞ്ഞ കൊല്ലം പരിചയപ്പെട്ടവർ ഞങ്ങള് ഫൈനൽ കോളേജിൽ ഒന്നിച്ചുള്ള പേരൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നേ ഇല്ല. അപ്പൊ ചെറുപ്പത്തിലുള്ള ആ പേര് ബാക്കി. അപ്പൊ ചെറുപ്പകാലത്ത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മനസ്സിലങ്ങനെ പതിഞ്ഞു നിൽക്കും. ഈ 3.5 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മിങ്ങനെ അവരെ ഇതുപോലെ അൽബിറ് സ്കൂളിൽ ചേർത്തി അവർക്ക് പഠിപ്പിച്ചാൽ അതങ്ങനെ മനസ്സിൽ പതിയും, അത് മറക്കൂല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലയിടത്തും പറയാറുണ്ട്, അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആൾക്കാര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ദീൻ അറിയാല, റമളാൻ മാസം നോമ്പ് നയിക്കാല, അള്ളാൻ അറിയാല, റസൂലുള്ളാഹിന്റെ പേരറിയാല, നബിന്റെ ഖബർ എവിടെയുള്ളത്, ഖബർ ശരീഫ് അതുപോലും അറിയാത്തവരുണ്ട്. ആ സമയത്താണ് നമ്മുടെ 3.5 വയസ്സുള്ള കുട്ടികൾ മനോഹരമായി ഖുർആൻ ഓതുന്നത്. 4 വയസ്സുള്ള കുട്ടികൾ അള്ളാഹിനെ കുറിച്ച് റസൂലുള്ളാഹിനെ കുറിച്ച് ഭംഗിയായി പറഞ്ഞു തരുന്നത്. ഉമ്മ ബാപ്പയെ കാണുമ്പോൾ സലാം പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് ഓതയുടെ സൂറത്തുകൾ ദിക്റുകൾ ചൊല്ലിയിട്ട് ഇവർ കിടക്കുന്നത്. ഉമ്മയോട് ഉപ്പയോട് ചോദിക്കുന്നു, ബാപ്പ കിടക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റ് ചെല്ലിയ, എന്താ ചെല്ലാത്തത്? എന്റെ ബാപ്പ ബിസ്മി പറയാത്തത് ഭക്ഷണം കഴിക്കുമ്പോ? ഈ നിലയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ഇവിടെ ഉണ്ടാക്കി തന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് ആ സമസ്തയെ നമുക്ക് മറക്കാൻ വിസ്മരിക്കാൻ ഒരിക്കലും നമ്മെ കൊണ്ട് കഴിയില്ല. അപ്പോ നമ്മുടെ മക്കളെ 3.5 വയസ്സുള്ള മക്കളെ ഇതുപോലത്തെ ഈ അൽബിറിലേക്ക് ഈ ഭാഗത്ത് ധാരാളം കുട്ടികൾ കിട്ടും. എല്ലാവരും ആ ചെറിയ മക്കളെ ചേർത്തി പഠിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ കാണുന്നില്ലേ, കഞ്ചാവിന്റെയും 6-ാം ക്ലാസ് ഇന്ന് കാണുന്നില്ലേ, 18 വയസ്സുള്ള ആളെ അറസ്റ്റ് ചെയ്തതും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കഞ്ചാവിന്റെ ഗാഞ്ചന്റെ മക്കളായി മാറിയത്. ഇത് ബ്രിട്ടന്റെ കഥയല്ല, അമേരിക്കന്റെ അല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ മക്കളങ്ങനെ വഴി തെറ്റാൻ പാടില്ല. അൽബിറിലേക്ക് ചേർത്തിട്ട് ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം അവരുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഇട്ട് കൊടുക്കണം. അതിന് നിങ്ങളെ മക്കളെല്ലാം ചേർക്കണം. ഇത് നടത്തുന്നവർക്കെല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അബൂബക്കറാജിക്ക് ദ്വാരക്കണം. എന്നെയും ഖാസിം ഉസ്താദിനെയും ഇസാഅത്തുൽ ഉസ്റ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വലിയ കുടുങ്ങിയ സമയത്ത് ഞങ്ങളെ കൈ പിടിച്ച് നമുക്ക് വേണ്ട സഹായ സഹകരണം ചെയ്ത് തന്ന ആൾ അബൂബക്കറാജിയാണ്. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു സ്വർഗത്തിന്റെ ഹിരികാലിൽ പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്ന് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജില്ലാ കോർഡിനേറ്റർ ബഹുമാനിയനായ സുക്കൂർ ദാരിമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽബിർ ಸ್ಕೂಲ್ ಈ ಸುಂದರ ಸಾಯಂಕಾಲದ ಸುಮಧುರ ಸಮಾರಂಭದಲ್ಲಿ ಒಂದುಗೂಡಿದ್ದೇವೆ. ಪುಣ್ಯ ಧನ್ಯ ಸಮಾರಂಭ, ಎಲ್ಲ ರೀತಿಯಿಂದಲೂ ಶ್ಲಾಘನೆಗೆ ಅರ್ಹವಾಗಿದೆ. ದಕ್ಷಿಣ ಕನ್ನಡ ಅಂದ್ರೆ ನಮ್ಮ ಮಸ್ತಿಷ್ಕಕ್ಕೆ ಓಡಿ ಬರುವಂತದ್ದು 3 ರಂಗ. ಒಂದು ಬ್ಯಾಂಕಿಂಗ್, ಮತ್ತೊಂದು ವಿದ್ಯಾಭ್ಯಾಸದ ಸಂಸ್ಥೆಗಳು, ಮತ್ತೊಂದು ಹಾಸ್ಪಿಟಲ್. ಅದರಲ್ಲೂ ಮುಖ್ಯವಾಗಿ ಈ ಏರಿಯಾ ಅಂದರೆ ದೇರ್ಲಕಟ್ಟೆ ಏರಿಯಾ ಈ 3 ರಂಗಗಳಲ್ಲಿ ಮಿಂಚುತ್ತಾ ಇದೆ. ಅನೇಕ ವಿದ್ಯಾ ಸಂಸ್ಥೆಗಳು, ಹಾಸ್ಪಿಟಲ್ಗಳು ನಮ್ಮ ಈ ಏರಿಯಾದಲ್ಲಿ ಕಾರ್ಯಾಚರಿಸುತ್ತಾ ಇದೆ. ಈ ಒಂದು ಸಂದರ್ಭ ಅಲ್ಬಿರ್ ಅದರ ಕುರಿತು
ಹೇಳುವಂತಹ ಸಮಯ ಈ ಸಮಯವಲ್ಲ, ಸಮಯದ ಅಭಾವವಿದೆ. ಅದೇ ರೀತಿ ಅದರ ಕುರಿತು ಹೇಳುವಂತಹ ವಿಚಾರಣಾ ಸಂಕಿರಣಗಳ ಶಾಲೆ ಪ್ರಾರಂಭ ಆದ ಮೇಲೆ ಪೇರೆಂಟ್ಸ್ಗೆ ತಿಳಿಸುವಂತಹ ಅನೇಕ ಸಂಗತಿಗಳಿದೆ. ಅದರ ಒಂದು ಚಿಕ್ಕ ಕಿರು ಪರಿಚಯವನ್ನ ಮಾಡಿ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮ ಹಾಕುತ್ತೇನೆ. ಪ್ರಾರಂಭಗೊಂಡು ಇದೀಗ 8 ವರ್ಷಗಳಾಯಿತು. ಸಮಸ್ತ 90ನೇ ವಾರ್ಷಿಕೋತ್ಸವದ ಸವಿ ನೆನಪಿಗಾಗಿ ಅಲ್ಬಿರ್ ಪ್ರಾರಂಭಿಸಲಾಯಿತು. ಇದೀಗ LKG, UKG 1, 2, 3, 4, 5 ತರಗತಿಗಳು ರನ್ನಿಂಗ್ ಆಗ್ತಾ ಇದೆ. ಸುಮಾರು 20,000 ವಿದ್ಯಾರ್ಥಿಗಳಿದ್ದಾರೆ. 452 ಶಾಲೆಗಳು ಕಾರ್ಯಾಚರಿಸ್ತಾ ಇದೆ. ಕರ್ನಾಟಕ, ಕೇರಳ, ತಮಿಳುನಾಡು, ಅಂಡಮಾನು, ಲಕ್ಷದ್ವೀಪ, ಒಮಾನ್, ಕತ್ತರ್, ಅಬುದಾಬಿ ಮುಂತಾದ ವಿದೇಶಗಳಲ್ಲೂ ಕಾರ್ಯಾಚರಿಸುತ್ತಾ ಇದೆ. ಈ ಅಲ್ಬಿರ್ಗೆ ಸೇರಿಸುವಂತಹ ಮಕ್ಕಳು 3.5 ವರ್ಷವಾಗಬೇಕು. ಒಂದು ತರಗತಿಯಲ್ಲಿ 24 ಮಕ್ಕಳು ಮಾತ್ರ ತೆಗೆಯುವಂಥದ್ದು. ಆ ತರಗತಿಗೆ 2 ಟೀಚರ್ಸ್ಗಳು ಬೇಕು. ಒಂದು ಶರಿಯತ್ ಟೀಚರ್, ಮತ್ತೊಂದು ಜನರಲ್ ಟೀಚರ್. ಅವರಿಗೆ ಟೆಟ್ ಎಕ್ಸಾಮ್ ಅಂತಹ ಒಂದು ಪರೀಕ್ಷೆ ಇದೆ. ಅದರಲ್ಲಿ ಪಾಸ್ ಆಗಿ ಅವರಿಗೆ 40 ದಿನಗಳ ಕಾಲ ಟ್ರೈನಿಂಗ್ ಕೊಡಲಾಗುತ್ತದೆ. ಆ ನಂತರ ನಮ್ಮ ಈ ಶಾಲೆಯಲ್ಲಿ ಅವರಿಗೆ ಸೇವೆಗೈಯಲು ಅರ್ಹತೆ ಹೊಂದಿರುವವರಾಗಿರುತ್ತಾರೆ. ಅದೇ ರೀತಿ ಇಲ್ಲಿ ಕಾಣುವಂತಹ ಎಲ್ಲ ಫೆಸಿಲಿಟಿಗಳು ನಮ್ಮ ಅಲ್ಬಿರ್ಗೆ ಬೇಕು. 1ನೇ ಮಹಡಿಯಲ್ಲಿ ಅಲ್ಬಿರ್ಗೆ ಅವಕಾಶ ಕೊಡುವುದಿಲ್ಲ. ಇದು ಸಿಟಿ ಏರಿಯಾ ಆದ ಕಾರಣ ಸ್ವಲ್ಪ ರಿಯಾಯಿತಿ ಮಾಡಿ ಎಲ್ಲ ಸೇಫ್ಟಿಗಳನ್ನ ಖಾತ್ರಿಪಡಿಸಿಕೊಂಡು ಇದಕ್ಕೆ ಅನುಮತಿ ಕೊಡಲಾಗಿದೆ. ಇಲ್ಲಿ LKG, UKG ಮಾತ್ರ ನಡೆಯುವಂತಹ ಸೌಕರ್ಯವಿದೆ. ಮುಂದೆ ಈ ಮ್ಯಾನೇಜ್ಮೆಂಟ್ಗಳು ದೊಡ್ಡ ಒಂದು ಸ್ಥಳವನ್ನು ತೆಗೆದು ಪ್ರೈಮರಿಗೆ ಪ್ರವೇಶಿಸಲು ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ. ಈ ಒಂದು ಪ್ರದೇಶ ಜನ ನಿಬಿಡ ಪ್ರದೇಶ, ಮುಸ್ಲಿಮರು ವಾಸಿಸುವಂತಹ ಒಂದು ಪ್ರದೇಶವಾದುದರಿಂದ ಇಲ್ಲಿ ಅಲ್ಬಿರ್ಗೆ ವಿದ್ಯಾಸಂಸ್ಥೆಗೆ ಒಳ್ಳೆಯ ಒಂದು ಅವಕಾಶವಿದೆ ಅನ್ನುವಂತಹ ಒಂದು ಪರಿಸರ ಇಲ್ಲಿದೆ. ಬಹಳ ಒಳ್ಳೆಯ ರೀತಿಯಾಗಿ ಅರೇಂಜ್ ಮಾಡಿದ್ದಾರೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಗಣ್ಯಾತಿ ಗಣ್ಯರು, MT ಉಸ್ತಾದ್, ಅದೇ ರೀತಿ ಬಂಬ್ರಾಣ ಉಸ್ತಾದ್ರವರು ಬಂದು ಅದೇ ರೀತಿ ಅನೇಕ ಸಾದಾತುಗಳು, ನಮ್ಮ ತಂಗಳ್ರವರು, ಅಫಾಮ್ ತಂಗಳ್, ಸಿದ್ದೀಕ್ ಫೈಜಿ, ಅದೇ ರೀತಿ ನಮ್ಮ ಮುಸ್ತಫಾ ಫೈಜಿ, ನಮ್ಮ ಅಬ್ದುಲ್ ರಹಮಾನ್ ದಾರಿಮಿ, ಎಲ್ಲರೂ ನನ್ನ ಗೆಳೆಯರೇ. ತಬೂಕ್ ದಾರಿಮಿ ಉಸ್ತಾದ್ರವರಿದ್ದಾರೆ. ಬಹಳ ಒಳ್ಳೆಯ ಒಂದು ಸಮಾರಂಭ. ಈ ಅಲ್ಬಿರ್ನ ಕುರಿತು ನಿಮ್ಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರಬಹುದು. ಚಿಕ್ಕ ಮಕ್ಕಳ ಮಸ್ತಿಷ್ಕದಲ್ಲಿ ಈ MT ಉಸ್ತಾದ್ ಹೇಳಿದಂತೆ ಚಿಕ್ಕ ಮಕ್ಕಳನ್ನ ಫ್ಯಾಸಿಸ್ಟ್ ಅಥವಾ ಜಿಯೋನಿಸ್ಟ್ ನೂತನವಾದಿಗಳು ಅವರ ಶಾಲೆಗಳಿಗೆ ಸೇರಿಸಿ ಹರಕೆ ಸಲ್ಲಿಸುವಂತೆ ಒಂದು ಅರಬಿಕ್ ಪಿರಿಯಡ್ ಇಡಲಾಗುತ್ತಿದೆ, ಒಂದು 40 ನಿಮಿಷದ. ಅದರಲ್ಲಿ ನಮ್ಮ ಮದ್ರಸವನ್ನು ಕಳಿಸುತ್ತೇವೆ ಅನ್ನುವಂತಹ ಒಂದು ನಮ್ಮ ಪೋಷಕರಿಗೆ ಆಸೆ ತೋರಿಸಿ ಅಲ್ಲಿ ಮದ್ರಸ ಹರಕೆ ಸಲ್ಲಿಸಲು ಬೇಕಾಗುವಂತಹ ಒಂದು 40 ನಿಮಿಷದ ಅರಬಿಕ್ ಶಿಕ್ಷಣವನ್ನ ಕೊಟ್ಟು ಅದರ ಹೆಸರಲ್ಲಿ ಇಂದಿನ ಯುವ ಜನತೆ ಊರಿನ ಮದ್ರಸಕ್ಕೆ ನಮ್ಮ ಮಕ್ಕಳನ್ನ ಕಳಿಸುವುದಿಲ್ಲ. ಇದರಿಂದ ಏನಾಗ್ತದೆ ಅಂದ್ರೆ ಅತ್ತ ದೀನೂ ಇಲ್ಲ, ಇತ್ತ ದುನಿಯಾವೂ ಇಲ್ಲ ಅನ್ನುವಂತಹ ಒಂದು ಪರಿಸ್ಥಿತಿಗೆ ಮದ್ರಸವೂ ಇಲ್ಲ, ಶಾಲೆಯಲ್ಲೂ ಮದ್ರಸದ ಕಲಿಕೆ ಸಿಗುವುದಿಲ್ಲ. ಇದೆಲ್ಲವನ್ನ ಮನಗಂಡು ಮುಂದಾಲೋಚನೆಯಿಂದ ನಮ್ಮ ಸಮಸ್ತ ಉಲಮಾಗಳು ಮುಂದಾಲೋಚನೆಯಿಂದ ಇಂತಹ ಒಂದು ಸಂಭ್ರಮಕ್ಕೆ ನಾಂದಿ ಹಾಡಿದ್ದಾರೆ. ಚಿಕ್ಕ ಮಕ್ಕಳನ್ನ ಇಂತಹ ಶಾಲೆಗಳಲ್ಲಿ ಕಳಿಸಿ 2 ಲೌಕಿಕ ಮತ್ತು ಧಾರ್ಮಿಕ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಒಂದೇ ಸಮನ ಕೊಡುವಂತಹ ಒಂದು ಅತ್ಯಾಧುನಿಕ ಶಾಸ್ತ್ರೀಯವಾದ ಸಕಾಲಿಕವಾದ ಒಂದು ವಿದ್ಯಾಸಂಸ್ಥೆಯಾಗಿದೆ ಇದು. ಇದರ ಪರಿಚಯ ಇನ್ನು ನಿಮಗೆ ಆಗ್ಬಹುದು. ಆದ್ದರಿಂದ 1 ವರ್ಷ ಇಲ್ಲಿ LKG ನಡೆದರೆ
ಅದರ ಕುರಿತು ನಿಮಗೆ ತಿಳಿಯಬಹುದು, ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ನೀವು ಸೇರಿಸಬಹುದು. ಈ ವರ್ಷ ಎಲ್ಲರೂ ಈ ಒಂದು ಸಂಸ್ಥೆಗೆ ಹೆಗಲು ಕೊಟ್ಟು ಎಲ್ಲರೂ ಸಹಕರಿಸಬೇಕಾಗಿ ಮಾತ್ರ ಹೇಳುತ್ತಾ, ಸಮಯದ ಅಭಾವವಿದೆ, ಇನ್ನೊಮ್ಮೆ ಮಾತನಾಡುವ ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ ಎಂದು ಹೇಳುತ್ತಾ ಎಲ್ಲರಿಗೂ അഭിനന്ദനಗಳು. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല ഒരു സംരംഭം അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സംസ്ഥയെ അല്ലാഹു ഉന്നതിയിൽ നിന്നിട്ട് ഉന്നതിയിലേക്ക് അല്ലാഹു കൊണ്ടുപോയി ദീനിന്നും ദുനിയാവിന്നും ആഖിറത്തിനും ഉപകരിക്കുന്ന സന്താനങ്ങളെ വളർത്തെടുത്താണ് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേണ്ടി ബഹുമാന്യനായ അഫ്വാൻ തങ്ങൾ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള സാദാത്തുക്കളെ, അതേപോലെ തന്നെ ഉസ്താദന്മാരെ, അൽഹംദുലില്ലാഹ് നാട്ടക്കല്ലിൽ ഒരു അൽബിർ തുടക്കം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽബിർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിശദമായിട്ട് പറഞ്ഞു. ഇനും അൽബിറിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഏകദേശം 2-3 മണിക്കൂറോളം അൽബിറിന്റെ കാര്യങ്ങൾ പറയാൻ നമ്മളെ വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഈ നാട്ടുകാരും അതേപോലെ തന്നെ ചുറ്റുമുറ്റുള്ളവരോട് ഞാൻ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ഥാപനത്തെ എല്ലാവരും കൈകോർത്തുകൊണ്ട് പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു സ്ഥാപനമായി മാറും. അതേപോലെ തന്നെ ഇതിന്റെ ചുറ്റുമുറ്റും എല്ലാം കാണുന്നത് വലിയ വലിയ സ്കൂളുകളാണ്, ഈ യൂണിവേഴ്സിറ്റികളും. ആ നിലക്കുള്ള സന്ദർഭത്തിൽ നമ്മളെ കുട്ടികളും ഒരു ഭൗതികമായി ദീനി ചട്ടത്തിന്റെ ഉള്ളിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരായ എല്ലാവരും, അവർക്ക് നിങ്ങളെല്ലാവരും ഈ പരിപാടിയിലേക്ക് വന്ന ആൾക്കാർ, നിങ്ങളെ കഴിയുന്ന പരമാവധി ആൾക്കാർ ഇതിന്റെ പബ്ലിസിറ്റിയും അതേപോലെ തന്നെ അവരിലേക്ക് എത്തിക്കൽ നിങ്ങളുടെ കടമയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ് ഘടകമായി ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇതിന്റെ സമയം കൂടുതൽ കഴിഞ്ഞു, എല്ലാവരും ഇവിടെ സമയത്തിന് അഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഈ വിഷയം സംസാരിക്കുന്നില്ല. എന്തായാലും അല്ലാഹു തആല ഈ ഒരു സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇതിന് മുമ്പിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹതായ പ്രതിഫലം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ കൂടിച്ചേരുന്ന എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഒരു അൽബിർ സ്കൂൾ വേണമെന്ന് കുറെ കാലമായി എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് ഇന്നത്തെ ദിവസം പൂവണിയിരിക്കുകയാണ്. ബഹുമാന്യനായ മുസ്തഫ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വർക്ക് വളരെ ശ്ലാഘനീയമായതാണ്. അദ്ദേഹം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുസ്തഫീസിന്റെ പ്രവർത്തനം അങ്ങനെയാണ്, ഒന്ന് കീഞ്ഞെങ്കിൽ പിന്നെ അതെന്തായാലും തലയെത്തിച്ചിട്ട് നിർത്തുള്ളൂ. അൽഹംദുലില്ലാഹ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ടീം വർക്കിൽ കൂടിയിട്ട് നല്ല രീതിയിൽ ഈ ഒരു അൽബിറിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഈ നാട്ടിലേക്ക് സമുദായത്തിലേക്ക് ഉപകരിക്കുന്ന ധാരാളം മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ ഒരു സംരംഭം അള്ളാഹു എന്നെന്നും നിലനിർത്തി തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസയ്ക്ക് വേണ്ടി ബഹുമാന്യനായ തബൂക്ക് ദാരി ഉസ്താദ്. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അൽഫായിസീന ബിറളില്ലാഹി മാ ബഅദ് ഫഇന്നി ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അൽഹംദുലില്ലാഹി സുബ്ഹാന അൽഹംദുലില്ലാഹ്. കുറെ ആണ്ടെന്നിപ്പറ നമ്മൾ ഈ നാട്ടിൽ അൽബിർ വേണമെന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായി. ഈ ദേർലക്കട്ട പരിസരം ഇല്ലെങ്കിൽ നമ്മൾ ഈ നാട് എഡ്യൂക്കേഷൻ ഹബ്, ഈ എഡ്യൂക്കേഷൻ ഹബിൽ നമ്മൾ ഈ അൽബിർ ഒന്ന് കുറത്തുണ്ടായി. കുറെ ആണ്ട് ഏകദേശം ഒരു 8 ആണ്ടൊക്കെ മുന്നേ, ഒരു 7 ആണ്ടൊക്കെ മുന്നേ ഇവിടെ ഒരു അൽബിർ തുടങ്ങണമെന്നിട്ട് കുത്താറിൽ നമ്മളെല്ലാം വിചാരിച്ച് അതിൻ്റെ സമയ ആയിട്ടില്ല. ഉറപ്പിൻ്റെ അടുത്ത് കാരണം കുറെ അപ്പറ ഇപ്പറകൾ നോക്കിയിട്ട് നമ്മൾ അതിനല്ല ഒരു അൽബിർ തുടങ്ങണം നിൽക്കുമ്പോൾ നമ്മളെ സ്വാഗത പൂവക്കറാജി ഒരു വരാണ്ടൊക്കെ മുന്നളേനെ
നമ്മളെ കൂടെ ഒരു അൽബിർ എങ്ങനെങ്കിലും സ്റ്റാർട്ടാക്കും രണ്ടെണ്ണക്കുന്നല്ലേ എങ്ങനെങ്കിലും കൂടെ ഒരു അൽബിർ സ്റ്റാർട്ടാക്കണം എന്നിട്ട് ഭാര്യ ഒരു ഉമേദെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ മുസ്തഫൽ ഫൈസീന് കൈകോർത്തിന് സ്വാഗത അബൂബക്കറാജെല്ലാം ഉള്ളാരി നമ്മുടെ ഈ ഭാഗത്ത് അറിയപ്പെട്ട ഉമറ ഉലമ നേതാക്കളിൽപ്പെട്ട രണ്ടാൾക്കാർ ഓർ കൈ ജോഡിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് എത്തേണ്ട ജാഗയ്ക്ക് എത്തും. അള്ളാഹു അങ്ങനെ എത്തിക്കട്ട്. നമ്മുടെ ഈ ഭാഗത്ത് അൽബിർ അത്യാവശ്യമായിട്ടുണ്ടായി, അതിലൊക്കെ ഒരു നമ്മുടെ കുറത്ത ഉണ്ടായി. ആ കുറത്തനെ നീക്കിക്കനി ഇതിൻ്റെ ആൾമാർ മുന്നൊക്കെ വന്നതിലേക്ക് സർവശക്തനായ റബ്ബിനോട് സ്തുതിച്ചിട്ട് അവർക്ക് നല്ല നിലക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനു വേണ്ടി അവർക്ക് അതിനെല്ലാം നമ്മളെ ഭാഗത്ത് ആക്കി കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെ കോർഡിനേറ്റർ ജില്ല പോലെ തന്നെ അടുത്ത ഭാവിയിൽ നമുക്ക് സ്വന്തം ജാഗ എടുത്തിട്ട് ഇതിനെക്കാട്ടി വലിയൊരു ഇതായിട്ട് നമുക്ക് സ്വന്തം ബിൽഡിംഗ് തന്നെ ഇൻഷാ അല്ലാഹ് ആക്കുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാവരും സഹായ സഹകരണം പിന്തുണ ദുആ പ്രാർത്ഥന പ്രവർത്തന എല്ലാം ഈ ലോകത്തെ വേണമെന്നിട്ട് എല്ലാവർക്കും ചെല്ലിട്ട് ഇൻഷാ അല്ലാഹ് ഞാനും അതിൻ്റെ ലോകത്തെ ഉണ്ടാവാൻ ചെന്നിട്ടുള്ള വാഗ്ദാനത്തോടു കൂടെ വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ തങ്ങൾ, അതുപോലെ തന്നെ പ്രഗത്ഭരായ ഉസ്താദുമാർ, ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായ നമ്മുടെ ദേർലഘട്ട നാട്ടകൽ ഈ ഭാഗത്ത് ഒരു അൽബിറിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറവ് നീക്കലാണ് ഇതിലൂടെ നമുക്ക് നടക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും ഇപ്പോഴൊരു തുടക്കമാണെങ്കിൽ അടുത്ത വർഷം തീർച്ചയായിട്ടും ഇതിലേക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അൽബിർ ഇവിടെ തുടങ്ങുന്നത് ഇഷ്യൂ ചെയ്ത സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് അഡ്മിഷൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഓഫീസില്ല, ഇതിന്റെ ബാനറില്ല, ഒന്നുമില്ലാതെ തന്നെ അൽബിർ തുടങ്ങുന്നെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അഡ്മിഷൻ വരാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം ആക്കി വിട്ടു, അതിൽ തന്നെ അഡ്മിഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പലരും പെണ്ണുങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് എത്ര ഫീസും കാര്യങ്ങളും ചോദിച്ചിട്ട് നമ്പർ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ വർഷം നമ്മുടെ സീറ്റ് ഫുള്ളാവും. അടുത്ത വർഷം നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി ഒരു 2 ഡിവിഷൻ തുടങ്ങേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. തീർച്ചയായിട്ടും ഇതിന് ഇറങ്ങിയിട്ടുള്ള ട്രസ്റ്റിന്റെ ഉദ്ദേശം തന്നെ സമസ്തയുടെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അൽബിർ എന്ന ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലേക്ക് എത്താത്തത് ഒരുപക്ഷെ വളരെ വിദൂരമായി പോയി എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങണം എന്ന ഉദ്ദേശത്തോടു സതുദ്ദേശത്തോടു കൂടി തന്നെയാണ്, നല്ല നീയത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെലവഴിച്ച് ഈ വർഷത്തെ കണക്ക് നോക്കിയാൽ തന്നെ ഒരുപക്ഷെ മാസം നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലേക്കാണ് കണക്കുള്ളത്. എന്നാലും തുടങ്ങിയേ പറ്റൂ എന്ന ചിന്തയിലാണ് ബഹുമാനരായ നമ്മുടെ ട്രസ്റ്റിന് അംഗങ്ങൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങി. അല്ലാഹു തആല ഈ സദുദ്യമം വളരെ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രഗത്ഭരായ ഇവിടുത്തെ വ്യക്തിത്വങ്ങൾ, ഇതിന്റെ പ്രസിഡന്റ് സ്വാഗത് അബൂബക്കറാജ്, അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബഷീറാജി, ട്രഷറർ ഹുസൈനാജി, അതുപോലെ തന്നെ മുസ്തഫൈസ് ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ആജി ദേർലഘട്ട, ഇങ്ങനെയുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ് ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഇതിനെ സദുദ്യമമായി സ്വീകരിക്കുകയും നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന ഒരു അമലായി അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്ക് ദീന് നൽകിക്കൊണ്ട് അവരെ ഉന്നത പദവിയിലേക്ക് എത്തിക്കാനും അവരെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവരുടെ ഹൃദയങ്ങളിലേക്ക് ദീനിന്റെ മധുരം എത്തിക്കുന്ന ഒരു മഹത്തായ പ്രവർത്തനമായി ഈ പ്രവർത്തനത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങളും ഈ ഇരുത്തവും അവൻ ഇഷ്ടപ്പെടുന്ന നാളെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമായി അള്ളാഹു താല മാറ്റി തീർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനനായ MT ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നന്ദികൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബഹുമാനനായ നമ്മുടെ ബംബ്രാണ ഉസ്താദ്, അതുപോലെ തന്നെ മറ്റു പ്രഗത്ഭരായ ഉസ്താദുമാർ ഇവിടെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്റർ ശുക്കൂർദാരി ഉസ്താദ്, അതുപോലെ തന്നെ അഫ്വാൻ തങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ആസിഫ് അസരി ഉസ്താദ്, അതുപോലെ തന്നെ മറ്റേ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്, സിദ്ദീഖ് ഫൈസി കറായ, അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്യക്തിത്വമായി എത്തിയിട്ടുള്ള ബഹുമാനനായ തബൂക്ക് ദാരി ഉസ്താദ്. അദ്ദേഹം ഗൾഫിലാണ്, എന്നാൽ ഈ ഒരു പരിപാടിക്ക് എത്തിയെന്നത് ഒരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തകനാണ് സമസ്തയുടെ. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ അധ്യക്ഷനായ ബഹുമാനനായ സ്വാഗത് അബൂബക്കറാജ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഫൈസി, മറ്റു പ്രഗത്ഭരായ ഉസ്താദുമാർ
ഇതിന്റെ ട്രഷറർ ബഹുമാനനായ ഹുസൈൻ ഹാജി, അതുപോലെ തന്നെ നമ്മുടെ ബഷീർ ഹാജി, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി നിങ്ങൾക്ക് സഹകരിച്ചതിന് അല്ലാഹു തആല നാളെ പാരത്രികത്ത് ഇതിന്റെ പ്രതിഫലമായി അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 സലാത്തോടു കൂടി ഈ യോഗം പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.